പഹൽഗാം ഭീകരാക്രമണത്തിന് സഹായം നൽകിയ ലഷ്കർ ഭീകരൻ അറസ്റ്റിൽ. കുൽഗാമിൽ നിന്നാണ് ഭീകരനെ ജമ്മുകാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭീകരൻ മുഹമ്മദ് യൂസഫ് കഠാരിയ ആണ് അറസ്റ്റിലായത്. ആക്രമണം നടത്തിയ ഭീകരർക്ക് വേണ്ട സഹായം നൽകിയ ആളാണ് മുഹമ്മദ് യൂസഫ് കഠാരിയ. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, പഹൽഗാം ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയവരിൽ ഒരാൾ, 26-കാരൻ, അവിടുത്തെ ഭീകരർക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തത് ഇയാളാണ് എന്നുള്ള കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് കഠാരിയ അറസ്റ്റിലായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ. 26 വയസ്സുകാരനായിട്ടുള്ള ഒരു ഭീകരവാദിയെയാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മുഹമ്മദ് യൂസഫ് കഠാരിയ എന്നുള്ള 26-കാരൻ ഈ പെഹൽഗാമിൽ 26 പേരുടെ ജീവനെടുത്ത ഭീകരവാദികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകിയിരുന്നു എന്നുള്ളതാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. ഇവർക്ക് വേണ്ട ആയുധങ്ങളും മറ്റ് സാധന സാമഗ്രികളും ഈ പെഹൽഗാമിലെ ബൈസരൻ വാലിയിലേക്ക് എത്തിച്ചു നൽകിയതിൽ പ്രധാനിയാണ് മുഹമ്മദ് യൂസഫ്. മാത്രമല്ല, ഈ ഭീകരവാദികൾക്ക് പിന്നീട് പല ദിവസങ്ങളിലും ഈ ഭീകരാക്രമണം കഴിഞ്ഞിട്ടും ഇതിനു മുമ്പേയും ഒക്കെ തന്നെ ഒളിത്താവളം ഒരുക്കിയതിലും വളരെ പ്രധാനപ്പെട്ട ആളാണ് മുഹമ്മദ് യൂസഫ് കഠാരിയ എന്നുള്ളതാണ് NIA കണ്ടെത്തിയത്. ഡിജിറ്റൽ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് പ്രധാനമായും ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പെഹൽഗാമിൽ 26 പേരുടെ ജീവനെടുത്ത ഭീകരവാദികൾക്ക് അതുമായി ബന്ധപ്പെട്ട് തുടർന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതം മറുപടി നൽകി. മാത്രമല്ല, ഭാരതത്തിന്റെ മണ്ണിലേക്ക് കടന്നു വന്ന് ഈ ഭീകരാക്രമണം നടത്തിയവർക്ക് ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിൽ ഈ ഭീകരർക്കെതിരെ ഭാരതത്തിന്റെ സൈനിക വിഭാഗം നടത്തിയ പോരാട്ടത്തിലൂടെ പിന്നീട് ഈ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട 3 ഭീകരവാദികളെ കൂടി വധിക്കാൻ സാധിച്ചു എന്നുള്ളതും നിർണായകമാണ്. ഏതായാലും ഇപ്പോൾ ഈ ഭീകരവാദികൾക്ക് സഹായം നൽകിയ ഒരു ലഷ്കർ ഭീകരനാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഈ ലഷ്കർ ഭീകരന്റെ അല്ലെങ്കിൽ ലഷ്കർ തൊയ്ബയുടെ ഭാഗമായി നിൽക്കുന്ന ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്നുള്ള TRFന്റെ സജീവ പ്രവർത്തകരാണ് ഇന്നിപ്പോൾ അറസ്റ്റിലായി കഠാരിയ എന്നുള്ളതാണ് പ്രധാനമായും ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇയാളെ ഇപ്പോൾ 45 ദിവസത്തേക്ക് NIA കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് കോടതി. വിശദമായി തന്നെ ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതുമായി ബന്ധപ്പെട്ട ഈ പെഹൽഗാം ഭീകരാക്രമണത്തിലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദമായ തെളിവുകൾ ലഭിച്ചേക്കുമെന്നുള്ളതാണ് അന്വേഷണ ഏജൻസിയുടെ വിലയിരുത്തൽ. വിനോദ്.